കുട്ടികളിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ബാല്യവും ജീവിതവും സഫലമാക്കുന്ന മഹത്തായ യജ്ഞമാണ് ബാലഗോകുലം നടത്തുന്നതെന്ന് പ്രശസ്ത സിനിമാ താരം രമേശ് പിഷാരടി പറഞ്ഞു. താനും ചെറുപ്പത്തിൽ ബാലഗോകുലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബാലഗോകുലം സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തുറയിൽ പ്രവേശിച്ച സുഹൃതം കേരളം കലായാത്രയെ സ്വീകരിച്ച് തൃപ്പൂണിത്തുറ സീതാറാം കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃതഭാരതത്തിന് ആദർശബാല്യം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നവംബർ 1 കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച സുഹൃതം കേരളം കലായാത്ര ജനുവരി 12 വിവേകാനന്ദ ജയന്തി ദിനത്തിൽ ഗോകർണത്തിലാണ് സമാപിക്കുന്നത്. പുരാണങ്ങൾ അറിയിക്കാനും കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് കുറെ കുട്ടികൾക്ക് മൊബൈൽ ഫോണൊക്കെ പഠന സഹായമായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന പദ്ധതിയിൽ ഞാനും പങ്കെടുത്ത് മൊബൈൽ കൊടുത്ത ശേഷം വന്ന ശേഷം എല്ലാവരും കൂടെ പറഞ്ഞു, ഇനി ഫിസിക്കൽ സ്കൂളുകളുടെ ഒരു പ്രസക്തി ഇവിടെ ഉണ്ടോ? ഒരു ഓൺലൈൻ ഉണ്ടെങ്കിൽ ടീച്ചർക്ക് 500 കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ക്ലാസ് മുറിയും ബെഞ്ചും ഡെസ്കും സ്കൂൾ ബസ്സും എല്ലാം എന്നൊക്കെ ആലോചിച്ചെങ്കിലും പിന്നീട് അതിൻ്റെ പഠനം നടന്ന ആൾക്കാർ പറഞ്ഞത് ഈ സ്കൂള് ഈ വിവരങ്ങൾ കിട്ടുന്നതിന് മാത്രം വേണ്ടിയല്ല, മനുഷ്യരുമായിട്ട് എങ്ങനെ ഇടപെടാൻ പറ്റും, നാനാ വിധത്തിലുള്ള ആളുകൾ ഒരു ക്ലാസ് മുറിയിൽ ഒത്തുകൂടി ഒന്നിച്ചിരുന്ന് പങ്കുവച്ച് സ്നേഹിച്ച് കഴിച്ച് ജീവിച്ചു പോകുന്നതിൽ നിന്നാണ് സമൂഹം രൂപപ്പെടുന്നത്. ആ സാമൂഹികമായ ബോധ്യം ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ന് ഇവിടെ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ അത്തരത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ എല്ലാം സാമൂഹികമായ ബോധ്യം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എന്ത് നല്ല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ബാലഗോകുലം തൃപ്പൂണിത്തുറ നഗരാധ്യക്ഷൻ കൃഷ്ണദാസ് പോറ്റി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ പ്രകാശ് ബാബു അമൃതഭാരതത്തിന് ആദർശബാല്യം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗം സതീഷ് ബാബു, ബാലഗോകുലം രക്ഷാധികാരി ഗിരിജ ശിവദാസ്, ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ പി സോമനാഥ് എന്നിവർ പങ്കെടുത്തു. ബാലഗോകുലം സ്ഥാപകനും മാർഗദർശിയുമായ MA കൃഷ്ണന്റെ അനുഗ്രഹത്തോടെയാണ് എറണാകുളം ജില്ലയിലെ കലായാത്ര ആരംഭിച്ചത്. ജനം, കൊച്ചി.